ഹായ് എവറി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് സന്തോഷ് വർക്കിയാണ്. അപ്പം സന്തോഷ് വർക്കി ഇന്ന് നമ്മുടെ ഒപ്പം ഡിസ്കസ് ചെയ്യാൻ എത്തിയിരിക്കുന്ന ടോപ്പിക്ക് കോസ്മോളജിയാണ് അല്ലേ? ഇത്തവണത്തെ നമ്മുടെ ടോപ്പിക്ക് കോസ്മോളജിയാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ കോസ്മോളജിയിലോട്ട് കടക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ അതിൻ്റെ കുറേ ടോപ്പിക്സിനോട് കടക്കുന്നതിന് മുന്നേ എനിക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ലോകം ഉണ്ടാക്കിയതിനെ പറ്റിയിട്ട് ഒരുപാട് തിയറീസ്, ഒരുപാട് കഥകളും ഉണ്ട്. പക്ഷെ അതിൽ എല്ലാവർക്കും പരിചയമായ ഒരു തിയറിയാണ് ബിഗ് ബാങ് തിയറി. അതിനെ പറ്റിയിട്ട് ആദ്യം ഒന്ന് സംസാരിക്കാം. ബിഗ് ബാങ് തിയറി ആകെ ഒരു എംപിറിക്കൽ എവിഡൻസ് മാത്രമേ ഉള്ളൂ. കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ടീസ് ആണ്. ഇല്ലെങ്കിൽ ബിഗ് ബാങ് തിയറി വാലിഡ് അല്ല, തിയററ്റിക്കലി റോങ് ആണ്. കാരണം അത് ക്ലോസ് പോലെയാണ്. അതായത് അത് പറയുന്നത് ഒരു സിംഗുലാരിറ്റി എക്സ്പ്ലോർ ചെയ്തു, അതേ യൂണിവേഴ്സ് ഉണ്ടായെന്ന് പറയണം. സിംഗുലാരിറ്റി ശേഷം ഉള്ളതാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സിംഗുലാരിറ്റി എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാൻ പറ്റില്ല, മീനിങ്ലെസ് ആവും. അത് ലീഗൽ ക്ലോസ് പോലെയാണ്. സിംഗുലാരിറ്റിക്ക് മുമ്പുള്ള ഒരു യൂണിവേഴ്സ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കാൻ പറ്റും. അപ്പോൾ ഈ തിയറി തിയററ്റിക്കലി റോങ് ആവും. ഇതിന് ആകെ എംപിറിക്കൽ എവിഡൻസ് ചെയ്യുള്ളൂ കോസ്മിക് ബാക്ക്ഗ്രൗണ്ട്. ഇതിനൊരു തിയറി ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ സ്വന്തമായിട്ടൊരു തിയറി എനിക്ക് ഇന്നാണ് ഒന്നൊരു ഐഡിയ ആണ്. ഞാനിത് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ആദ്യം വാക്യൂം ആണ് സീറോ, ഒന്നുമില്ല. അതിലൊരു കംപ്രഷൻ നടക്കുന്നു, കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ -1 വരും, അപ്പോൾ +1 വരും. പിന്നെ ആ -1 ആന്റി യൂണിവേഴ്സും +1 യൂണിവേഴ്സ് എടുക്കാം. അപ്പോൾ അത് പാരലൽ യൂണിവേഴ്സുമായി. ഇങ്ങനെയാണ് യൂണിവേഴ്സ് ഉണ്ടായെന്ന് പറയാം. ഞാൻ പണ്ട് എന്തുണ്ടാക്കി തരില്ല +1 ആദ്യം. അത് ബുദ്ധിമുട്ടാണ്. ഡാറ്റ കംപ്രസിനുള്ളിൽ കംപ്രസ് ആകുമ്പോൾ -1 വരും. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇക്വിലിബ്രിയം വരാണ്ട് +1 വരും. ആ -1 ആന്റി യൂണിവേഴ്സും +1 യൂണിവേഴ്സുമായി. അപ്പോൾ പാരലൽ യൂണിവേഴ്സ്, മൾട്ടിപ്പിൾ യൂണിവേഴ്സുമായി. ഇതാണ് ഞാൻ ഡെവലപ്പ് തിയറി. ബാക്കി അല്ലാതെ കോമൺ സെൻസ് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ആദ്യം പോലെ ഒന്നും ഇല്ലാന്ന് പറയും. പിന്നെ അതിന് എങ്ങനെ ഉണ്ടായി ചോദിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എവിടെ ഉണ്ടായി ചോദിക്കും. അതൊന്നും പ്രശ്നമാണ്. പക്ഷെ ഞാനിപ്പോൾ ഡെവലപ്പ് ചെയ്ത ഈ തിയറി കുറച്ച് ശരിയാന്ന് തോന്നുന്നു, ഉറപ്പില്ല. ഞാൻ 2 തിയറിയിൽ വർക്ക് ചെയ്തോണ്ടിരുന്നു, ബിഗ് ബാങ് യൂണിവേഴ്സിന്റെ ഒറിജിനും ക്വാണ്ടം മെക്കാനിക്സും. ബിഗ് ബാങ് തിയററ്റിക്കലി ശരിയല്ല. പിന്നെ കുറെ പേര് നമ്മൾക്ക് പരിചയമായ ഒരു സംഭവമാണ് ഒറിജിനൽ തിയറി. ഒറിജിനൽ യൂണിവേഴ്സിനെ കുറിച്ച് ഐൻസ്റ്റൈൻ പോലും വലിയ റിസർച്ച് നടത്തിയിട്ടില്ല. ഏറ്റവും നടത്തിയത് ഹോക്കിംഗ് ആണ്, സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിംഗ് ചെയ്ത ഇത് അയാൾക്ക് ചെയ്താൽ പറ്റുള്ളൂ. കാരണം അയാൾക്ക് ഒരുപാട് ഡിസബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഇങ്ങനത്തെ റിസർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അയാൾ ഈ ബുക്കാണ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ബുക്കാണ്. അതോടെ പിള്ളേർ പോയി അന്ന് പറയുകയാണ്, കോസ്മോളജി പറയുകയാണ്. ആരും മെഡിക്കൽ ലൈൻ അങ്ങോട്ടും പോകുന്നില്ല. ഇപ്പൊ സ്റ്റീഫൻ ഹോക്കിംഗ് ആണെങ്കിലും ആള് കുറച്ചും കൂടി വർക്ക് ചെയ്തത്, ആള് കുറച്ചും കൂടി തിയറീസ് ഉണ്ടാക്കിയത് ബ്ലാക്ക് ഹോൾസിനെ ബേസ് ചെയ്തിട്ടല്ലോ. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? ബ്ലാക്ക് ഹോൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ സന്തോഷ് ഫൈൻഡിങ് പറഞ്ഞാൽ സിംഗുലാരിറ്റി എന്ന് പറയും. അതായത് ഒരു സ്റ്റാർ 1.4 സോളാർ മാസ് ആകുമ്പോൾ ചന്ദ്രശേഖര ലിമിറ്റ് എന്ന് പറയും. അതാകുമ്പോൾ അത് എക്സ്പ്ലോർഡ് ആവും. ഇതിന്റെ എല്ലാവരോടും സിംഗിൾ പോയിന്റിൽ അക്യുമുലേറ്റ് ചെയ്യും. അത് ഇൻഫിനിറ്റ് ഡെൻസിറ്റി, ഇൻഫിനിറ്റ് മാസ് ആവും. അതിനാണ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ബ്ലാക്ക് ഹോൾ ഉണ്ടാവുന്നത്. അവിടെ ഗ്രാവിറ്റി വളരെ ഹൈ ആണ്, ലൈറ്റ് പോലും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ ബ്ലാക്ക് ഹോൾ ഡെവലപ്പ് ചെയ്ത് ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എന്ന് പറയും. ആ ഇൻഡയറക്റ്റ് മെത്തേഡിൽ കണ്ടിരിക്കുക, ഡിഫ്ലക്ഷൻ വരുമ്പോൾ കാണാൻ പറ്റില്ല. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കോൺസെപ്റ്റ് ആണ് വൈറ്റ് ഹോൾ. ബ്ലാക്ക് ഹോളിന് പിന്നെ എംപിറിക്കൽ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്, വൈറ്റ് ഹോളിനും കിട്ടിയിട്ടില്ല. അത് തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ കുറെ തിയറീസിലും അതേപോലെ ബ്ലാക്ക് ഹോളിന് റേഡിയേഷൻ ഉണ്ട്, അതാണ് ഹോക്കിംഗ് റേഡിയേഷൻ. ബ്ലാക്ക് ഹോളിന് ബൗണ്ടറി ഉണ്ട്, ഈവന്റ് ഹൊറൈസൺ. ഇതെല്ലാം ഹോക്കിങ്ങിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ ആളുടെ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഐൻസ്റ്റീന്റെ കോൺട്രിബ്യൂഷനിലേക്ക് വരുമ്പോ എന്ത് ഡിഫറൻസ് ആണ് കാണുന്നത്? അല്ല, ന്യൂട്ടൺ ഐൻസ്റ്റീൻ്റെ അത്രയും വരില്ല, അത്ര റെവല്യൂഷൻ കണ്ടിട്ടൊന്നുമില്ല. അയാളും മോർ ഡിസബിലിറ്റി കാരണം അത്ര ഫേമസ് ആയത്. പക്ഷെ അയാളുടെ തിയറീസ് ഉണ്ട്, വേം മോഡൽ അയാളുടെയാണ്. പക്ഷെ അതാണ് തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ, മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷനേ ഉള്ളൂ. എംപിറിക്കൽ എവിഡൻസ് വന്നിട്ടില്ല. അതായത് ഒരു പോയിന്റിന് വേറെ പോയിന്റിലേക്ക് കണ്ടെയ്ൻ ആണ് വേം മോഡൽ. പക്ഷെ അതിന് എംപിറിക്കൽ എവിഡൻസ് കിട്ടിയിട്ടില്ല. സയൻസിൽ എംപിറിക്കൽ എവിഡൻസ് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഹോക്കിങ്ങിന് ഒരിക്കലും നൊബേൽ പ്രൈസ് കിട്ടില്ല. കാരണം ഇപ്പൊ മരിച്ചുകൊണ്ട് കിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇതിന് എംപിറിക്കൽ എവിഡൻസ് വേണം. തിയറി ഫിസിക്സിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവർ മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യണം, അവർക്ക് എക്സ്പെരിമെന്റ് ചെയ്യില്ല. ഇപ്പൊ എല്ലാവരും വേഗം ഐൻസ്റ്റൈൻ അത്ര എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഐൻസ്റ്റൈൻ എന്തുകൊണ്ട് നൊബേൽ പ്രൈസ് കിട്ടി പറഞ്ഞാൽ നേരത്തെ കണ്ടുപിടിച്ച തിയറീസ് നേരത്തെ എംപിറിക്കൽ എവിഡൻസ് തിയറീസിന് എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടാണ് പുള്ളി കിട്ടിയത്. ഇപ്പൊ വോം ഹോളിനെ പറ്റി പറഞ്ഞല്ലോ, ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലോട്ട് പോകണം. അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാമോ? ലൈക്ക് എന്താണ് ആ തിയറി? യൂണിവേഴ്സിന്റെ ഒരു പോയിന്റ്, ഒരു ജിയോഡിസിക്കൽ പറയും, 2 ഡിസ്റ്റിങ് പോയിന്റിലുള്ള ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയും. ഷോർട്ടസ്റ്റ് പാത്ത് ആണ് വേം ഹോൾ. ഒരു പോയിന്റിൽ വേറെ ലേക്ക് കണ്ടെയ്ൻ ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പൊ അത്
മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളൂ. ഇതുവരെ എവിഡൻസും കിട്ടിയിട്ടില്ല. ഇവിടെ സയൻസിൽ എംപിറിക്കൽ എവിഡൻസ് ഇല്ലാതെ ഒരു കാര്യമില്ല. ഇപ്പൊ ഫിലോസഫി, ലോജിക്, മാത്സിൽ എംപിറിക്കൽ എവിഡൻസ് വേണ്ട. ഈ സയൻസിൽ എംപിറിക്കൽ എവിഡൻസ് ഇല്ല ഒരു കാര്യമില്ല. സയൻസ്, മോഡേൺ സയൻസ് ഡെവലപ്പ് ചെയ്ത് ഗലീലിയോ ആണ്. അതായത് എവിഡൻസും എംപിറിക്കലും മാത്സും ആഡ് ചെയ്യും. പണ്ട് അരിസ്റ്റോട്ടലിന്റെ കാലത്ത് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫി, ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസും എക്സ്പീരിയൻസും ആണ്. അത് ഗലീലിയോ വന്നോട് മാറി. ഇപ്പോൾ തിയറി പറഞ്ഞുകൊണ്ട് പറഞ്ഞു സയൻസിന്റെ ലാംഗ്വേജ് പറയുന്നത് മാത്സ് ആണ്. മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യണം. മാത്തമാറ്റിക്കലി നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അത് അംഗീകരിക്കുന്ന എവിഡൻസും ആണ്. ഇപ്പൊ ഐൻസ്റ്റൈന്റെ ഗ്രാവിറ്റേഷൻ പോലെ 100 വർഷം കഴിഞ്ഞാൽ എവിഡൻസ് കിട്ടിയത്. അത് ഫിലോസഫിയിൽ തിയറി ഉണ്ടാക്കാൻ എളുപ്പമാണ്, സയൻസിൽ ഉണ്ടാക്കാൻ എളുപ്പമല്ല. ആണ് എംപിറിക്കൽ എവിഡൻസ് ഇല്ലാത്ത എളുപ്പമല്ല. ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്ത പാർട്ടിക്കൽ ഫിസിക്സ് ആണ്, കുറെ കണക്കുണ്ട്. പക്ഷെ കഴിഞ്ഞ 100 വർഷമായിട്ട് ഫിസിക്സില് ക്വാണ്ടം മെക്കാനിക്സും റിലേറ്റിവിറ്റി ശേഷം ഒരു എവല്യൂഷൻ കണ്ടുപിടുത്തിട്ടായിട്ടില്ല. ഈ കോസ്മോളജിയും ആസ്ട്രോണമിയും ഇത് രണ്ട് പാർട്ടാണല്ലോ. അതിന്റെ മെയിൻ ഡിഫറൻസും. ആസ്ട്രോണമി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്യുപ്മെന്റ്സ് വെച്ച് പ്യൂർലി എംപിറിക്കൽ ആണ്, എക്സ്പെരിമെന്റ് ആണ്. കോസ്മോളജി ആണ് ഒറിജിൻ, എവല്യൂഷൻ ആണ്, കുറച്ച് തിയറിറ്റിക്കൽ ആണ്. ആസ്ട്രോഫിസിക്സ് പറഞ്ഞാലും കുറച്ച് തിയറിറ്റിക്കൽ ആണ്. ആസ്ട്രോണമി പ്യൂർലി പ്രാക്ടിക്കൽ ആണ്. കോസ്മോളജി, ആസ്ട്രോഫിസിക്സ് ആണ് തിയറിറ്റിക്കൽ ആണ്. കുറച്ചും കൂടെ എക്സാമ്പിൾ വെച്ചിട്ടും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഇപ്പൊ ആസ്ട്രോണമി ആണ് നമ്മൾ ടെലിസ്കോപ്പ് ഉപയോഗിക്കുക. അപ്പൊ ഗലീലിയോ ടെലിസ്കോപ്പ് ഡെവലപ്പ് ചെയ്തു. ടെലിസ്കോപ്പ് അങ്ങനെ പല എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് യൂണിവേഴ്സിൽ നമ്മളെ സ്പേസിനെ ഒബ്സർവ് ചെയ്യാം, പല എക്യുപ്മെന്റ്സ് വെച്ച്. കോസ്മോളജി വേണം അങ്ങനെയല്ല. അവിടെ മാത്തമാറ്റിക്കലായിട്ടും അവിടെ എക്സ്പെരിമെന്റ് അങ്ങനത്തെ എക്സ്പെരിമെന്റ് ഒന്നും ചെയ്യുന്നില്ല. ആസ്ട്രോഫിസിക്സ് ഇതേപോലെയാണ്, പ്യൂർലി അതിന്റെ ഫിസിക്സ് സ്റ്റേറ്റ് അവിടെയാണ്. അതിൽ എംപിറിക്കലായിട്ടൊന്നുമില്ല. ആസ്ട്രോണമി ആണ്, അത് യാതൊരു തിയറി ഇല്ല, പ്യൂർലി എക്സ്പെരിമെന്റ് ആണ്. ഒന്ന് തിയറിറ്റിക്കൽ ആണ്, മറ്റേത് എക്സ്പെരിമെന്റിലാണ്. അതാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. പക്ഷെ ആസ്ട്രോഫിസിക്സ് വരുമ്പോൾ രണ്ടും ഉണ്ട്. കോസ്മോളജിയുടെ പഴയ പേര് കോസ്മോഗണി എന്നായിരുന്നു. പക്ഷെ കോസ്മോളജിയിൽ നമ്മൾ അറിഞ്ഞ പണ്ട് മുതലേ ഈ ആസ്ട്രോണമി, മാത്സിന്റെ കണ്ടുപിടുത്തം ഇന്ത്യയിലെ ഉണ്ട്. ഇന്ത്യയിൽ പണ്ട് പല സയന്റിസ്റ്റ് ആൾക്കാർ പറഞ്ഞാണ്. ഇന്ത്യയിൽ 8th സെഞ്ചുറി വരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞാൽ ശങ്കരാചാര്യയുടെ ഐഡിയലിസ്റ്റിക് ഫിലോസഫി, സ്പിരിച്വൽ ഇത് വന്നപ്പോഴാണ് പോയത്. യൂറോപ്പിൽ വന്നത് 4 സെഞ്ചുറി ആയിരുന്നു. ന്യൂട്ടന്റെ മെക്കാനിക്സും ഉണ്ട്. ഇന്ത്യയിലെ വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു. ഇവിടെ നളന്ദ, തക്ഷശില, അവിടെ എന്തൊക്കെ ഫൈൻഡിങ്സ് പഠിച്ചാൽ എല്ലാ മുസ്ലിം യൂണിവേഴ്സിറ്റികളും കത്തിച്ച് കളഞ്ഞു. ഇന്ത്യയിലെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻസ് അക്കാഡമിക്കലിയും ഗുഡാണ്, ഈ ക്രിയേറ്റീവ്ലിയും ഗുഡാണ്. ഇപ്പൊ നമ്മുടെ അമേരിക്കയിൽ മറ്റും നോക്കിയാൽ അവിടെ ടോപ്പ് ആൾക്കാരെല്ലാം ഇന്ത്യൻസ് ആണ്. ഇന്ത്യൻസ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും പോകണം, നമുക്ക് പണമില്ല, മണിയില്ല റിസർച്ച് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഏറ്റവും ബ്രില്യന്റ് ആൾക്കാർ ഇന്ത്യൻസ് തന്നെയാണ്. പിന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ നമുക്കിത് റിലേറ്റഡ് ആണ്, ജിയോസെൻട്രിക് ആൻഡ് ഹെലിയോസെൻട്രിക്. ജിയോസെൻട്രിക്കിലാണ് ടോളമി എന്ന ഒരു ഫിലോസഫി ബൈബിളിലാണ് 1800 years ആ തിയറിയായി. സെൻട്രലില് സണ്ണ്, ചുറ്റും പ്ലാനറ്റ്സ്, ഏർത്തിൽ ചുറ്റും അല്ല, സെൻട്രലിൽ ഏർത്ത്, ചുറ്റും മറ്റേ സണ്ണ് മറ്റല്ല. അതാണ് ജിയോ ആണ് ഏർത്ത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കോപ്പർണിക്കസ് ആണ് ഹീലിയോസെൻട്രിക് തിയറി കൊണ്ടത്. സൺ സെൻട്രലിലും ഇപ്പോഴത്തെ തിയറി. പക്ഷെ അത് അന്ന് അവര് പുള്ളി പറയാൻ പുള്ളി പേടിയായി. ഗലീലിയോ പറഞ്ഞപ്പോ ഹൗസ് അറസ്റ്റിലാക്കി. കാരണം ഈ റിലീജിയന്റെ ഒരു കുഴപ്പമാണ്, ഡോഗ്മാറ്റിക് ആണ്. അവര് ഒരിക്കലും ചോദ്യം ചെയ്യാൻ സമ്മതിക്കില്ല. അതിന്റെ പേരിൽ ബ്രൂണോയെ കൊന്നു, ഗലീലിയോ ഹൗസ് അറസ്റ്റ് ആക്കി. ഇതൊക്കെ അത് മിഡീവൽ പീരീഡ് ആണ്. മിഡീവൽ പീരീഡിൽ കാത്തലിക് ചർച്ച് ഡോമിനേറ്റ് ചെയ്ത സമയമാണ്. ആ സമയത്ത് സയൻസിന് ഡാർക്ക് ഏജ് ആയി, ഒന്നും പുതിയത് കണ്ടിക്കാൻ പറ്റില്ലായിരുന്നു. അന്ന് കുറച്ച് ലോജിക്കൽ തിങ്കിങ് ആൾക്കാരിൽ കൊണ്ടുവന്നത് ഫിലോസഫേഴ്സാണ്. റിലീജിയന്റെ ഒരു കുഴപ്പം, റിലീജിയൻ നല്ലതാണ്, കാൾ മാർക്സ് പറഞ്ഞ പോലെ ഒരുപാട് ഗുണമുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, ബ്ലൈൻഡ് ഫെയ്ത്ത്. അത് വരുമ്പോൾ റീസണിങ് പോലും ഇല്ലാതെ കൊല്ലാൻ പോലും തയ്യാറാവും. റീസണിങ് പറഞ്ഞാൽ നമ്മൾ ലോജിക് അപ്ലൈ ചെയ്യാതെ നമ്മൾ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലാൻ പോലും തയ്യാറാണ്. ഇപ്പൊ ദാവീദ് എബ്രാം അറിയാലോ, ഒരു എബ്രാം കൊല്ലാൻ പോയില്ല, മകനെ കൊല്ലാൻ പോയില്ല. അപ്പൊ അവര് അന്ധത, ഒരു ബ്ലൈൻഡ്നെസ് വരികയാണ്. അതാണ് റിലീജിയന്റെ കുഴപ്പം. അതാണ് കാൾ മാർക്സ് എതിർത്തത്. ഇപ്പൊ എല്ലാവരും എത്തീസം പറഞ്ഞാണല്ലോ. പക്ഷെ റിലീജിയനിൽ പോസിറ്റീവ് ഉണ്ട്. പോസിറ്റീവ് മാത്രം പോസിറ്റീവ് എടുക്കാൻ അറിയണം. പിന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് എക്സ്പാൻഷൻ തിയറി. ഈ എക്സ്പാൻഷൻ തിയറിനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ പണ്ട് ആൾക്കാർ വിചാരിച്ചത് യൂണിവേഴ്സ് സ്റ്റാറ്റിക് ആണ് വിചാരിച്ചത്, എക്സ്പാൻഷൻ ഒന്നും ഇല്ലെങ്കിൽ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഐൻസ്റ്റൈൻ കോസ്മോളജി കോൺസ്റ്റന്റ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് ഫ്രീഡ്മാൻ പറഞ്ഞ ആളാ പറഞ്ഞ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ തിയറിറ്റിക്കലി പറഞ്ഞു. അത് എക്സ്പെരിമെന്റലി ഹബിൾ പ്രൂവ് ചെയ്തു, എഡ്വിൻ ഹബിൾ പ്രൂവ് ചെയ്തപ്പോഴാണ്. അങ്ങനെയാണ് ആ കോസ്മോളജി കോൺസ്റ്റന്റ് പുള്ളി മാറ്റിയിട്ട് അത് ഡാർക്ക് എനർജിയെ മാറ്റിയത്. ഇപ്പൊ ഡാർക്ക് എനർജി 70% ഡാർക്ക് എനർജി ആണ്, 25% ഡാർക്ക് മാറ്റർ ആണ്, 5% മാറ്റർ ആണ് പറയാം.
ഡാർക്ക് എനർജി പറഞ്ഞാൽ ഇങ്ങനെ റിപ്പൾ ചെയ്ത് പോണ എക്സ്പാൻഷനാണ്. എക്സ്പാൻഷൻ തിയറിറ്റിക്കലി പറഞ്ഞത് ഫ്രീഡ്മാൻ ആണ്. അന്ന് അത് ഐൻസ്റ്റൈൻ എതിർത്തു, പലരും എതിർത്തു. എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത ഹബിളാണ്. ഒരു ഫോർമുലയിലുണ്ട് V=HR പറഞ്ഞ ഇങ്ങനെ 1919 കണ്ടുപിടിച്ചത് യൂണിവേഴ്സിറ്റി എക്സ്പാൻഡ് ചെയ്യുന്ന. അപ്പൊ പക്ഷെ ഐൻസ്റ്റൈനിൽ വളരെ ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റി ഹോണസ്റ്റ് ഉള്ള അതിൽ അപ്പൊ തന്നെ കുറച്ച് തെറ്റാണ് മാറ്റുകയും ചെയ്തത്. വളരെ ഹോണസ്റ്റി ഉള്ള ആളായിരുന്നു. അപ്പൊ ഈ തിയറി വരുന്നവരെ നമ്മളുടെ ഒരു സ്റ്റാറ്റിക് ആയിട്ടാണ് വിചാരിച്ചത്. ചിലർ പറയുമ്പോൾ മൈത്രി പോലെ ആൾക്കാർ പറയും യൂണിവേഴ്സിറ്റി ബിഗിനിങ് ഇല്ല, യൂണിവേഴ്സിറ്റി ഉള്ളതാണ്. അത് തെറ്റേ തിയറിയാണ്. യൂണിവേഴ്സിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ അതിന് ബിഗിനിങ് പുള്ളി സംസാരിക്കുമ്പോൾ പുള്ളിയെ സമ്മതിക്കില്ല. യൂണിവേഴ്സിറ്റി ഉള്ളതാണ് ഇങ്ങനെ പറയാൻ പറ്റും. അതേ ഉള്ളതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അതിന് ബിഗിനിങ് ഇല്ല. പിന്നെ വേറെ എനർജി സ്റ്റേറ്റ് ക്രിയേറ്റ് നോട്ട് ഡിസ്ട്രോയ് എന്ന് പറയും. അവിടെ എനർജിക്ക് ഒരു ക്രിയേഷൻ വേണ്ട, ഒരു സ്റ്റാർട്ടിങ് വേണ്ട, നമുക്ക് ചിന്തിച്ചൂടെ. പക്ഷെ പല ചോദ്യം നമുക്ക് ഉത്തരവില്ല. പല ഇങ്ങനത്തെ പല ലൈഫ് ആഫ്റ്റർ ഡെത്ത് അല്ലെങ്കിൽ ദൈവം ഉണ്ടോ ഇല്ലയോ. ഇപ്പൊ പല ആൾക്കാരും സയൻസ് വെച്ച് ദൈവം ഇല്ലെന്ന് പറയും. അത് ശരിയായ തിയറിയല്ല. ഇപ്പൊ ഹോക്കിംഗ് എത്തിസ്റ്റ് ആയിരുന്നു, പക്ഷെ ഐൻസ്റ്റൈൻ സയന്റിഫിക്കലി ഗോഡ് എക്സ്പ്ലെയിൻ ചെയ്തു. ഈ ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി, മാറ്റർ എന്ന് പറഞ്ഞല്ലോ, അതിന് മൂന്നിനെ പറ്റി കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? വാട്ട് ഈസ് ദീസ് തിങ്സ്? മാറ്റർ പറഞ്ഞാൽ നമുക്ക് ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഹോൾ പോലെ വിസിബിൾ അല്ല, നമുക്ക് കാണാൻ പറ്റില്ല. 70% ഡാർക്ക് എനർജി. ഡാർക്ക് എനർജി റിപ്പോൾ ചെയ്ത് പോകുന്നതാണ് യൂണിവേഴ്സ് എക്സ്പാൻഡ് പറയാം. ഇതെല്ലാം എക്സ്പെരിമെന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും, കൺഫേം ആയിട്ടില്ല. എത്ര ഇപ്പോഴത്തെ ഒരു കൺക്ലൂഷൻ 70% ഡാർക്ക് മാറ്റർ ആണ്. പക്ഷെ അത് മാറിക്കൊണ്ടിരിക്കും. അത് 70% ഡാർക്ക് എനർജിയാണ് പറയുന്നത്. അതിന്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കാം. ഏറ്റവും കൂടുതൽ കോസ്മോളജി റിസർച്ച് നടക്കുന്ന പാർട്ടിക്കിൾ ഫിസിക്സ് ആണ്. ഒരുപാട് ഈ രണ്ട് പ്രോട്ടോൺ ആൻഡ് കൊളൈഡ് ചെയ്ത് പുതിയ ലാർജ് ഹെഡ്രോൺ കൊളൈഡർ പറയും ജനീവയിലല്ല. അത് ഒരുപാട് എക്സ്പെരിമെന്റ് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ന്യൂട്രോണുകൾ കണ്ടിച്ചത്. ന്യൂട്രോണിന്റെ മാസ് 0 ആണ്, പക്ഷെ മാസ് 0 ആയിരുന്നില്ല. അങ്ങനെ ഹിഗ് ബോസോൺ പുതിയ പാർട്ടികളാണ് മാസ് കൂടുന്നത്. ഒരുപാട് പാർട്ടിക്കിൾസ് പഠിക്കുന്നുണ്ട് പാർട്ടിക്കിൾ ഫിസിക്സിലാണ്. പാർട്ടിക്കിൾ ഫിസിക്സ് വഴിയാണ് കോസ്മോളജിയിൽ പലതും കണ്ടിക്കാൻ പറ്റുന്നത്. എന്നാൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല, പറയാൻ പറ്റില്ല. ഭാവി കണ്ടു ഇപ്പൊ സ്പെസിഫിക് റിലേറ്റിവിറ്റിയിൽ ഐൻസ്റ്റൈൻ പറഞ്ഞ കൗണ്ടർ ഇൻഡ്യൂട്ടീവ് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലായി കോമൺ സെൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഐൻസ്റ്റൈന്റെ സ്പെസിഫിക് റിലേറ്റിവിറ്റി പറഞ്ഞാൽ ലൈറ്റിനാണ് ഏറ്റവും കൂടുതൽ സ്പീഡ്. വേറെ അങ്ങനെ അതിനാണ് E=mc² പ്രിൻസിപ്പിൾ വരുന്നത്. ജനറൽ റിലേറ്റിവിറ്റി പറയുന്നത് ഈ ഗ്രാവിറ്റിയെ കുറിച്ചാണ്. ഗ്രാവിറ്റി ആദ്യം കണ്ടുപിടിച്ചത് ന്യൂട്ടനാണ്. പക്ഷെ ന്യൂട്ടൺ എക്സ്പ്ലെയിൻ ഗ്രാവിറ്റി അല്ല ഐൻസ്റ്റൈൻ പറയുന്നത്. അതായത് സ്പേസ് ടൈം കർവേച്ചർ പറയും. 4 ഡയമെൻഷണൽ സ്പേസ്, എക്സ്പേസ്ഡ് സ്പേസും ടൈം 4 ഡയമെൻഷണൽ മിനോസ്കി പറയും. അപ്പൊ ആ സ്പേസ് ടൈം കർവേച്ചർ നടത്തുമ്പോൾ ഫ്ലാറ്റ് ആയിട്ട് സ്പേസ് ടൈം കർവേച്ചർ കേർവ് ആണ്. അതാണ് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് നടക്കുന്നു പറയുന്നത്. പക്ഷെ ഗ്രാവിറ്റി ഒരു ഫോഴ്സ് ആയിട്ടാണ് ന്യൂട്ടൺ പറഞ്ഞത്. ഐൻസ്റ്റൈൻ പറഞ്ഞ അങ്ങനെയല്ല. ന്യൂട്ടൺ പറഞ്ഞ ന്യൂട്ടനാണ് എല്ലാം തുടക്കം കുറിച്ചത്. പക്ഷെ അതിൽ ഡീപ്പിൽ പോയിട്ട് ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ കണ്ടിച്ച ഐൻസ്റ്റൈൻ ആണ്. പക്ഷെ ഈ ഐൻസ്റ്റൈൻ പറഞ്ഞത് ഇനി മാറാം. ക്വാണ്ടം മെക്കാനിക്സ് ഐൻസ്റ്റൈൻ പറഞ്ഞ് തെറ്റായി മാറുകയും ചെയ്തു. സയൻസിൽ എനിക്കൊരു യൂണിവേഴ്സിറ്റിയിൽ ബാബു ജോസഫ് വൈസ് ചാൻസലർ ഉണ്ട്. പുള്ളി എന്റെ മെന്ററാണ് തീർച്ചയായും. പുള്ളി സയൻസിൽ അൾട്ടിമേറ്റ് ആയിട്ട് ഒന്നുമില്ല, മാറിക്കൊണ്ടേയിരിക്കും. റിലീജിയനിൽ അങ്ങനെയല്ല. നേരത്തെ എന്ത് പറഞ്ഞു അതാണ് ഇപ്പോഴും. അത് മാറ്റാൻ സമ്മതിക്കുക. ഡോഗ്മാറ്റിക്സ് എന്ന് പറയുന്നത് സയൻസിലുള്ള സ്കെപ്റ്റിസിസം, ഡൗട്ട് വെച്ചുകൊണ്ടേയിരിക്കും. ഒരു സയന്റിസ്റ്റിന്റെ ഏറ്റവും വലിയ ചോദ്യം ചോദിക്കില്ലായിരിക്കും, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. ഐൻസ്റ്റൈന്റെ ഏറ്റവും വലിയ കഴിവ് ക്യൂരിയോസിറ്റിയാണ്. അങ്ങനെ അതിന് ഡീപ്പിൽ പോയത്. എല്ലാവരും പറയാം ഭയങ്കര സ്മാർട്ട്. അപ്പൊ തോന്നുന്നു ഞാൻ സ്മാർട്ട് ഒന്നുമില്ല, എന്റെ ക്യൂരിയോസിറ്റി ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, പാഷനാണ്. അങ്ങനെ അതിൽ ഡീപ്പിൽ പോയതാണ്. ഐൻസ്റ്റൈനെക്കാട്ടും എടുക്കാനാണ് ന്യൂട്ടണും ടെസ്ലയും ഡാവിഞ്ചി അല്ല. ഐൻസ്റ്റൈൻ ഫിസിക്സ് മാത്രമേ ഉള്ളൂ, മാത്സ് പോലും പുള്ളിക്ക് താല്പര്യമില്ല. കാരണം മാത്സ് റിഗ്രസ് ആണ്. പുള്ളിയുടെ ഏറ്റവും കഴിവ് ഇമാജിനേഷനാണ്. ഇപ്പൊ മോഡേൺ ഐൻസ്റ്റൈനായിട്ടാണ് ഹോക്കിങ്ങിന് പറയുന്നത്. പക്ഷെ ഹോക്കിങ് ആ ലെവലിലൊന്നും വന്നിട്ടില്ല. ഈ ഐൻസ്റ്റൈൻ ഉണ്ടാക്കിയതാണ് ഈ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണെന്ന്? കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് ഈ സ്റ്റാറ്റിക് യൂണിവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. സ്റ്റാറ്റിക് ആണ് പ്രൂവ് ചെയ്യാൻ. പുള്ളി അപ്പൊ തന്നെ അക്സെപ്റ്റ് ചെയ്യും. പുള്ളിയുടെ ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റി ഭയങ്കരമാണ്. കാര്യം തെറ്റാന്ന് തോന്നി പുള്ളി അപ്പൊ തന്നെ സമ്മതിക്കും. സയൻസിലെ ഏറ്റവും വലിയ റിസർച്ച് ചെയ്യാം, ഫിലോസഫി സയൻസ് റിസർച്ച് ഹോണസ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. തെറ്റാണെങ്കിൽ അപ്പൊ ഇപ്പൊ മാർക്സിസം പോലും സയന്റിഫിക് അല്ല. കാരണം മാർക്സിസം തെറ്റാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ സയന്റിഫിക് അങ്ങനെ സ്യൂഡോ സയൻസ് ആണ്. സയൻസിൽ തെറ്റാന്ന് തോന്നിയാൽ അപ്പൊ കളയണം. ഇപ്പൊ ഞാൻ റിസർച്ച് പോപ്പർ ഒരാളുണ്ട്, അയാൾ പറയുന്ന എന്തെങ്കിലും നെഗറ്റീവ് തോന്നി അപ്പൊ തന്നെ കളയണം പറയാം. പക്ഷെ ലെക്കറ്റോസ് പറയുന്നത് അങ്ങനെയല്ല. നമുക്ക് ഇപ്പൊ ക്രിയേഷൻ തിയറി ബൈബിൾ പറയാൻ ക്രിയേഷൻ തിയറി നമ്മള് പോപ്പർ ആണെങ്കിൽ അപ്പൊ തന്നെ കളയും. പക്ഷെ ഇപ്പൊ മറ്റേ ലെക്കറ്റോസ് പറയുന്നത് അങ്ങനെയല്ല. ആ തിയറി ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാം. ഭാവിയിൽ ചിലപ്പോൾ സയന്റിഫിക് ആയിട്ട് മാറാം. ക്രിയേഷൻ തിയറി സയന്റിഫിക് ആവാം. പിന്നെ എല്ലാം പറഞ്ഞ എവല്യൂഷൻ തിയറി എവിഡൻസ് കൂടുതലാണ്. പക്ഷെ എവല്യൂഷൻ ആദ്യം എന്താ ചോദിച്ചാൽ ഉത്തരവില്ല. അത് പറഞ്ഞാൽ ചോദിച്ച ഉത്തരവില്ല.
ക്രിയേഷൻ തിയറി ആക്ച്വലി ഒരു സൂപ്പർ ഹ്യൂമൻ നേച്ചറിന് വേണമെങ്കിൽ പറ്റാം, അങ്ങനെ പറ്റാം. നമ്മുടെ ലോജിക് ആവണമില്ല, അതിന്റെ ലോജിക്. ഇപ്പൊ മിറാക്കിൾസ് ഉണ്ടാവില്ല, സ്പിനോസ പറഞ്ഞു മിറാക്കിൾസ് എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? സയൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിഡൻസ് ആണ്, കാണുന്ന കാര്യങ്ങളാണ്. എംപറിക്കൽ നോക്കി ദൈവവും ഇല്ല, പക്ഷെ ട്രാൻസ്ജെൻഡർ ലെവലിൽ ഉണ്ടാവാതില്ല. മെറ്റാഫിസിക്കൽ ചിന്തിക്കുമ്പോ ഇപ്പൊ ലോജിക്കൽ പോസിറ്റീവിലല്ല, എവിഡൻസ് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എവിഡൻസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ലോജിക്കലി ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. പക്ഷെ എംപറിക്കലി ദൈവം ഇല്ല. അങ്ങനെയാണ് ദൈവം ഇല്ലെന്ന് സയന്റിഫിക് തിങ്കിങ്ങിൽ ആൾക്കാർ പറയണം. പക്ഷെ ഇപ്പൊ സയന്റിഫിക് ആയിട്ട് അതൊന്ന് റിലീജിയൻ ആയിട്ട് മാറുക, കമ്മ്യൂണിസം പോലെ. അത് ഡോഗ്മാറ്റിക് ആയി മാറുക. സയൻസ് റിലീജിയൻ ആയിട്ട് മാറുക, കമ്മ്യൂണിസ്റ്റ് ആയ പോലെ. ഈ കയോസ് തിയറി എന്താന്ന് പറയാ? കയോസ് തിയറി അത് മാത്തമാറ്റിക്കലി ആണ് പറയണ്ട, ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറയും. അത് ഒരു സ്ഥലത്ത് അത് കുറച്ച് ഹൈപ്പോത്തറ്റിക് പേര് പറയണ്ട. ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്ത, വിങ്സ് ഫ്ലാപ്പ് ചെയ്ത സൗത്ത് അമേരിക്കയിൽ ചെയ്ത, നോർത്ത് അമേരിക്കയിൽ അവിടെ സൈക്ലോൺ മറ്റേ പലതും ഉണ്ടാവുക. അത് കുറച്ച് എക്സാഗ്രേറ്റ് പറയാനാണ്. അത് ഒരുപാട് തിയറി റിസർച്ച് നടക്കുന്നുണ്ട്. അത് ഇതുവരെ പ്രൂവ് ചെയ്യാനോ അത് ബട്ടർഫ്ലൈ എഫക്റ്റ് ആണ്. അവർ ഒരുപാട് റിസർച്ച് മാത്തമാറ്റിക്കലി മെട്രിക്സ് ഉപയോഗിച്ച് ഒരുപാട് എക്സ്പെരിമെന്റ് നടക്കുന്നുണ്ട്. ഞാൻ ഇന്ത്യൻ സയൻസ് ബാംഗ്ലൂരിൽ എന്നാൽ പോയപ്പോ അവിടെ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനീഷ്യൽ സ്റ്റേജ് ആയിട്ട് കോൺഷ്യസ്നസ് എടുത്താൽ അത് ഇനീഷ്യൽ സ്റ്റേജ് ആണ്. ഒരു റിസർച്ച് നമുക്ക് ഇന്നലെ ഉണ്ടാക്കണം പറഞ്ഞ് ഉണ്ടാക്കി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നു, വരുന്നു. അല്ലാതെ ഇപ്പൊ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചപ്പോ അത് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്ന വിചാരിച്ചുണ്ടാക്കിയതല്ല, ഉണ്ടായതാണ്. എനിക്ക് ഇപ്പോൾ സയൻസ് സ്റ്റുഡൻസിന് പറയാനുള്ളത്, നിങ്ങൾ മെഡിക്കൽ ലൈനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. കാരണം ഇപ്പൊ എന്റെ ഭാഗത്ത് 2 അസുഖമുണ്ട്, അമലിയോസിസും മൾട്ടിമൈനോ, രണ്ടിനും മരുന്നില്ല. അതേപോലെ ഹീമോഫീലിയ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാറില്ല. ഇതിനെല്ലാം നിങ്ങൾ മരുന്ന് കണ്ടിരിക്കുമോ? നിങ്ങൾ ഈ ബ്ലാക്ക് ഹോൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കണ്ടുവച്ചാലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ മെഡിക്കലായിട്ട് കാര്യം റിസർച്ച് ചെയ്യും. അതിലാണ് ആൾക്കാർക്ക് ഇവിടെ എല്ലാ പിള്ളേരും ഈ കോസ്മോളജി പറയുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ എവിടെയും പോയാൽ പിള്ളേരെല്ലാം വായിക്കുന്ന ഇങ്ങനത്തെ ബുക്സ് ആണ്. ആ മെഡിക്കൽ റിസർച്ചിൽ ഡോക്ടർ ആയതുകൊണ്ട് കാര്യമില്ല, സിസ്റ്റർ ഡോക്ടറായിട്ട് കാര്യമില്ല. കാരണം അവര് നേരത്തെ കണ്ടുപിടിച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. പുതിയതായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ മെഡിക്കൽ റിസർച്ച് ചെയ്യണം. അത് ഡോക്ടേഴ്സ് പോലും ചെയ്യുന്നില്ല. അവര് ഈ പഠിച്ചത് വെച്ച് പറയുന്നല്ല, അത് പുതിയതൊന്നും ചെയ്യുന്നില്ല. മെഡിക്കൽ റിസർച്ചാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതിപ്പോ ഇവിടെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്, വളരെ കുറവാണ്. അത് മാത്രമല്ല അമേരിക്കയിൽ ഉണ്ടെങ്കിൽ അവിടെ ഫാർമസ്യൂട്ടിക്കൽ ലോബി ഭയങ്കരമാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കാർക്ക് ലോബി ചെയ്യുന്നുണ്ട്. എനിക്കോട് കോവിഡ് പോലും അവരുണ്ടാക്കിയതാണ്. സ്കർബിയൻ ഡിസീസ് അവരുണ്ടാക്കിയിട്ട് പിന്നെ മരുന്നുകൊണ്ടിച്ചാണ്. കോവിഡ് പോലും അവർ നേരത്തെ ഉണ്ടാക്കിയിട്ട് മരുന്നുകൊണ്ടിച്ചാണ്. ഭയങ്കര ലോബി. അവർ മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ബിസിനസ്സാണ്. ഒരുപാട് കള്ളത്തരം കാണിക്കേണ്ടവർ. ഇപ്പൊ നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ മരുന്ന് നമുക്ക് ക്യൂർ ഇല്ല, കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. ക്യൂർ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആരും വാങ്ങിക്കില്ല മരുന്ന്. പിന്നെ ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടാക്കുക, സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുക. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന മരുന്നിന്റെ ഒരു 5% മരുന്ന് കൺസേൺ ഓർഗനിലെത്തുള്ളൂ. ബാക്കി തന്നെ വേറെ സ്ഥലത്ത് പോയിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ടാർഗറ്റഡ് ഡ്രഗ് തെറാപ്പി പറഞ്ഞ റിസർച്ച് നടക്കണം. ഇപ്പൊ എല്ലാവരും ആയുർവേദത്തെ ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷെ ആയുർവേദത്തിലെ പണ്ടത്തെ ആയുർവേദം നല്ലതായിരുന്നു, നാച്ചുറൽ ആയിരുന്നു. അത് മാത്രമല്ല മെഡിക്കൽ മാഫി ഇപ്പൊ ഓരോ ഹോസ്പിറ്റൽ വലിയ വലിയ പ്രൈവറ്റ് കമ്പനീസിലുള്ള അവർക്ക് ബിസിനസ് ആണ് ഇതാ. അവിടെ എന്തൊക്കെയാണ് വെള്ളത്തിൽ നടക്കുന്നത്, ഓർഗൻ മാഫിയ, എന്തൊക്കെയാണ് നടക്കുന്നത്. ഇതിനെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്തായാലും ബേസിക്കലി വേണ്ട എത്തിക്സ് ആണ്. നമുക്ക് എത്തിക്സ് ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. പിന്നെ ഒരു ടോപ്പിക് കേട്ടപ്പോ എനിക്ക് ക്യൂരിയസ് തോന്നിയ ഒരു ടോപ്പിക്കാണ് തിയറി ഓഫ് എവറിത്തിങ്. അതെന്താണെന്ന് പറയാം. അത് ഐൻസ്റ്റൈൻ കുറെ ശ്രമിച്ചാണ്, ലാസ്റ്റ് 30 years ശ്രമിച്ചാണ്. ഇപ്പൊ ഹോക്കിംഗ് പറഞ്ഞ പറ്റില്ല പറയണം. 4 ഫോഴ്സുകളോ, ഒന്ന് സ്ട്രോങ് ഫോഴ്സ്, അതായത് ഈ ഇലക്ട്രോൺ പ്രോട്ടോൺ മേഡ് ഓഫ് ക്വാർക്കിന്റെ ഹോൾഡിന് ഫോഴ്സ് ആ ഗ്ലൂ ആണ്, ആ സ്ട്രോങ് ഫോഴ്സ് ആണ്. വീക്ക് ഫോഴ്സ് പറയുന്നത് റേഡിയോ ആക്ടിവിറ്റി, പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ലൈറ്റ് ആണ്. ഇത് 3 ക്ലാസിക്കലാണ്, ക്വാണ്ടം ഫോഴ്സ് ആണ്. ക്ലാസിക്കൽ വരുന്നതാണ് ഗ്രാവിറ്റി. അപ്പൊ ക്ലാസിക്കൽ വരുന്ന ഗ്രാവിറ്റി, ക്വാണ്ടം വരുന്ന മറ്റേ സ്ട്രോങ് ഫോഴ്സ്, വീക്ക് ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക്, ഇതെല്ലാം കമ്പൈൻ ചെയ്യാൻ നോക്കി. പക്ഷെ ഐൻസ്റ്റീൻ 30 വർഷം മാത്തമാറ്റിക്സ് ശ്രമിച്ചതും പറ്റിയില്ല. അപ്പൊ ഇത് ക്വാണ്ടം ക്ലാസിക് കമ്പൈൻ ചെയ്യുമ്പോൾ അതാണ് ക്വാണ്ടം ഗ്രാവിറ്റി എന്ന് പറയും. അത് സ്പേസ് സിംഗുലാരിറ്റി ഇല്ല, ഈ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ്. അത് പോസിബിൾ അല്ല, ഇതുവരെ പോസിബിൾ ആയിട്ടില്ല. തിയറി എവിടെയും പോസിബിൾ ആയിട്ടില്ല. ഹോക്കിംഗ് ശ്രമിച്ചാണ് പറയാൻ, അത് പോസിബിൾ ആയിട്ടില്ല. പിന്നെ ഇലക്ട്രോവീക്ക് തിയറിയിലുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വീക്ക് ഫോഴ്സ്, സലാമനാളും വെയിൻബർഗാളും ചെയ്താണ് ഇലക്ട്രോവീക്ക് തിയറി. ഇലക്ട്രോമാഗ്നറ്റിക് വീക്ക് ഫോഴ്സ് വെച്ചാൽ ഇലക്ട്രോവീക്ക് തിയറി. പക്ഷെ തിയറി എവറിത്തിങ് ഇതിന് പറ്റിയിട്ടില്ല. കാരണം ക്വാണ്ടം ക്ലാസ് രണ്ടുകൂടെ കമ്പൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് പറ്റില്ലെന്നാണ് ഹോക്കിംഗ് പറഞ്ഞത്, അറിയില്ല. ഐൻസ്റ്റൈൻ 30 വർഷം സ്പെൻഡ് ചെയ്ത അവസ്ഥയാണ് മരിക്കുന്ന മുമ്പ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു റിസർച്ച് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇതിൽ ഞാൻ തന്നെ പഠിച്ചാണ്, എവിടെയും ക്ലാസ് 10 പഠിച്ചാലല്ല. ക്വാണ്ടം മെക്കാനിക്സ് ആയാലും കോസ്മോളജി തന്നെ പഠിച്ചാണ്. സെൽഫ് തോട്ട്. പണ്ടത്തെ സയന്റിസ്റ്റുമാരും ഫിലോസഫേഴ്സും എല്ലാം അങ്ങനെ സെൽഫ് തോട്ടാണ്.
അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം അതാ ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഒറിജിനെ കുറിച്ച് തീരില്ല. 2 പാർട്ടിൽ വർക്ക് ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സിന്റെ അണ്ടർസ്റ്റാൻഡിങ് ടെക്നിക്കലി സോൾവ് ആണ്, പക്ഷെ ഇന്റലക്ച്വലി സോൾവ് അല്ല. പിന്നെ ഉള്ളത് യൂണിവേഴ്സിറ്റി ഒറിജിൻ. ഇത്രയും നാൾ ഞാൻ ആദ്യം പറഞ്ഞ +1 കാര്യം പറഞ്ഞു. +1 ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്, -1 പിന്നെ ഉണ്ടാവാം, കംപ്രസ് ചെയ്തു. അപ്പൊ +2 പോകുന്നത് അങ്ങനെ. അപ്പൊ ആ തീരെ കുറച്ചുകൂടി വാലിഡ് ആയിട്ട് വരുന്നുണ്ട്. കൗണ്ടർ ഡ്യൂട്ടി എന്ന് പറയും, ഇതൊന്നും നമ്മുടെ കോമൺ സെൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് കോസ്മോളജിനെയും ബ്രീഫായിട്ട് പറഞ്ഞു, ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനി സയൻസിൽ നിങ്ങൾക്ക് വരണം എന്ന്, അല്ലെങ്കിൽ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരണം എന്ന് പറയുന്ന എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? അല്ല, ഇത് എനിക്ക് തോന്നുന്നു ഈ മോഡേൺ സയൻസ് മാത്തമാറ്റിക്കലി കുറച്ചുകൂടി ഈ മാർക്കോന്റെ സിസ്റ്റം കളഞ്ഞിട്ട് അങ്ങനെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് ഇനി വരും. കാരണം ഈ കലാം പറഞ്ഞ ബെസ്റ്റ് ബ്രെയിൻസ് ആർ ഓഫൺ ഫൗണ്ട് ബാക്ക് ബെഞ്ച് ക്ലാസ്സിന്റെ ഏറ്റവും ബാക്കിൽ നിൽക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ബ്രെയിൻസ് ആണ്. ഇവിടെ ഈ അക്കാഡമിക് സിസ്റ്റം മാറ്റിയാലേ പുതിയ കണ്ടുപിടുത്തങ്ങൾ. ഇതൊരു കൺസർവേറ്റീവ് ആയിട്ട് സിസ്റ്റമാണ്, യാഥാസ്ഥിക സിസ്റ്റമാണ്. ഫിലോസഫി എടുത്താലും ഇപ്പൊ അക്കാഡമിക് ഫിലോസഫി പറഞ്ഞാൽ ശരിക്കും ഫിലോസഫി അക്കാഡമിക് ഫിലോസഫി ബിയോണ്ട് ആണ്. ഇവിടെ അങ്ങനെ അക്കാഡമിക് ഫിലോസഫി പറഞ്ഞാൽ പ്യൂർലി സ്കോളർലി ആണ്. ആ സ്കോളർലി അപ്രോച്ച് എടുത്ത് കളയണം. ആർക്കും വേണമെങ്കിൽ സ്കോളർ ആവാം, ജീനിയസ് എല്ലാവർക്കും ആവാൻ പറ്റില്ല. ആ സ്കോളർലി അപ്രോച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ കളയുകയാണെങ്കിൽ വളരെ ഔട്ട് ഓഫ് ബോക്സും ക്രിയേറ്റീവ് ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടാവും. പക്ഷെ അവർക്കൊന്നും പൊങ്ങി വരാൻ പറ്റുന്നില്ല. ഇവിടെ ഇന്ത്യൻ സയൻസ് കാരണം 99.9% മാർക്ക് വേണം. എന്നിട്ട് ഈ കയറിയിട്ട് എന്താ ചെയ്യുന്നത്? എത്ര യൂണിവേഴ്സിറ്റി, യേൽ അല്ലെങ്കിൽ ഹാർവാർഡ്, വലിയ യൂണിവേഴ്സിറ്റി പറയണ്ട, IIT, പക്ഷെ റെവല്യൂഷണറി ആയിട്ട് കഴിഞ്ഞ 100 വർഷമായിട്ട് കണ്ടുപിടുത്തുണ്ടായിട്ടില്ല. ഐൻസ്റ്റൈൻ ഒന്നും അങ്ങനത്തെ ആളായിരുന്നില്ല. പുള്ളി എക്സാംസിന് എതിരായി. അങ്ങനെ ഒരു ആ സ്കോളർലി അപ്രോച്ച് കളയണം. എന്നാലേ ഒരു ഭയങ്കര ഔട്ട് ഓഫ് ബോക്സ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ് റെവല്യൂഷണറി കണ്ടുപിടുത്തുണ്ടാവും. അപ്പോൾ ഇനിയും പുതിയ പുതിയ ടോപ്പിക്സ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. ഇത്തവണ നമ്മുടെ ടോപ്പിക്കായിരുന്നു കോസ്മോളജി. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇനിയും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മളത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു സോ മച്ച്. ഓക്കെ.